ഹേ ഗൈസ് ഹായ്. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ എൻ്റെ അപ്പുമോൻ്റെ ഫോട്ടോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ആ ബേബിയുടെ പേര് അപ്പു എന്നാണ്. എൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, എൻ്റെ ജീവൻ എന്നൊക്കെ പറയാം അപ്പു അല്ലാണ്ട് എനിക്ക് വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത്രയും എൻ്റെ ഫേവറേറ്റ് ആണ് എൻ്റെ അപ്പുകുട്ടൻ. അപ്പോൾ അപ്പുകുട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഈ കമ്മിങ് വീക്കിൽ വരുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും നല്ലൊരു സാധനം അപ്പുവിന് വാങ്ങിച്ചു കൊടുക്കണം. ആസ് യൂഷ്വൽ അപ്പുവിന് വാങ്ങിച്ചു കൊടുക്കണം ഞാൻ എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടം. അപ്പുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ട്രെയിനാണ്. അപ്പുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പു പറയും ബാംഗ്ലൂർ ട്രെയിൻ, ഗുരുവായൂർ ട്രെയിൻ, ബോംബെ ട്രെയിൻ. അപ്പു പോണ സ്ഥലത്തൊക്കെ അപ്പുവിന് ഓരോ ട്രെയിൻ വാങ്ങിച്ചിട്ട് അപ്പു അതിനൊക്കെ ഓരോ പേരിടും. ഓരോ ട്രെയിനും ഓരോ പേരാണ്. അപ്പോൾ ഇപ്രാവശ്യം അപ്പുവിൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട്. ഞാനിങ്ങനെ ഒന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, കല്ലൻസ് ജ്വല്ലേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ആലുവയിൽ. അപ്പോൾ ഞാനിങ്ങനെ കല്ലൻസ് ജ്വല്ലേഴ്സിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. അവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ശരി, ഞാനും കൂടി ഈ കല്ലൻസ് ജ്വല്ലേഴ്സിൽ പോയിട്ട് എൻ്റെ അപ്പുമോന് പറ്റിയ ചെറിയ ക്യൂട്ട് റിങ് ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പുവിന് കയ്യിലിടുമ്പോൾ വേദനിക്കാനും പാടില്ല, കുത്തിക്കൊള്ളാനും പാടില്ല. സോ അങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ട് അപ്പുവിന് പറ്റിയൊരു നല്ലൊരു മോതിരം വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സോ നമുക്കൊന്ന് പോയി നോക്കാം അവിടുത്തെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്, അപ്പുക്കുട്ടിനെ പറ്റി എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പോയി നോക്കാം. സോ ബാ നമുക്ക് പോവാം. ബാ ഞാൻ പറഞ്ഞ ഡെസ്റ്റിനേഷനിലെത്തി. കല്ലൻസ് ജ്വല്ലറി ആലുവയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കളക്ഷനും കാര്യങ്ങളും നോക്കാം. ഞാൻ ഉദ്ദേശിച്ച സാധനം എൻ്റെ ബേബി, എൻ്റെ ചേച്ചിയുടെ കുട്ടിക്കുള്ള ഒരു മോതിരം ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് കയറി നോക്കാം. ഹായ് ഗൈസ്. സോ ഇതാ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മാലയിലാണേലും ശരി, കമ്മലിലാണേലും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. ചേട്ടാ കൊള്ളാലെ. ഇതല്ലേ മറ്റേ ചെട്ടിനാട് സ്റ്റൈല് ഡിവൈൻ കളക്ഷൻസ് അല്ലേ? അത് എനിക്ക് തോന്നുന്നു ഈ ഒരു കൊത്തുപണിയുടെ അടിപൊളി. ഇത് ഈ പെൺപിള്ളേർക്ക് മെയിൻ അട്രാക്ഷൻ വെയിറ്റ് കുറവാ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ സംഭവം ഉണ്ട്. കാണണേന്റെ അത്രയും വെയിറ്റ് ഫീൽ ചെയ്യുന്ന അത്ര ഒന്നുമില്ല. അടിപൊളിയാണ്, നല്ല അടിപൊളി. ഇതൊക്കെ എന്തുവാ ഈ വൈറ്റ് ഗോൾഡും കൂടി ഇതല്ലേ? വെയിറ്റ് ഉണ്ടോ? നല്ല ഭംഗിയുണ്ട്. നമുക്ക് കണ്ടത് എടുക്കണമെന്നുണ്ട്, പക്ഷെ എന്തായാലും എടുക്കണം. ഓ അടിപൊളി, എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്. ഈശ്വര, ഞാനിവിടെ എന്തിനാ വന്നത്? അപ്പുമോനും മോതിരം എടുക്കാനല്ലേ വന്നത്. ചേട്ടാ ആക്ച്വലി ഇതൊക്കെ കണ്ടപ്പോ നിന്ന് പോയതാട്ടോ. മോതിരം അവിടെ വന്നത് എന്റെ ചേച്ചിയുടെ കുട്ടിക്ക് മോതിരം എടുക്കാൻ ഞാൻ വന്നത്. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോ ഞാൻ സ്റ്റക്ക് ആയിട്ട്. എവിടെയാ വേണ്ട, ഇതൊക്കെ ഇനി കണ്ടു കഴിഞ്ഞാലേ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്കിതൊരു 4 ഗ്രാംസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 4 ഗ്രാമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ നെക്ലസുകൾ ഉണ്ടോ. പിന്നെ ഇതൊക്കെ വരുന്ന കുട്ടികൾക്ക് ഇപ്പം പറഞ്ഞല്ലോ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ 2 ഗ്രാമിലൊക്കെ വരുന്ന ബേബി ബാംഗിൾസ് ആണ് വരുന്നത്. ജെൻസിനല്ല, ലേഡീസിനാണ് വരുന്നത്. പിന്നെ ലേഡീസിൻ്റെ ഫിംഗർ റിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പം ഗിഫ്റ്റായിട്ടൊക്കെ പാക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു 1 ഗ്രാംസ് എബോവ് തുടങ്ങിയുണ്ട്. പിന്നെ ഞാൻ ബീഡ്സ് ചെയിൻ പറഞ്ഞല്ലോ 2 ഗ്രാംസിലാണ് വരുന്നത്. ഇല്ല, ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അങ്ങനെ നമ്മൾ ഒത്തിരി പൊലിമേലല്ല ചെയ്തിരിക്കുന്നത്, കുറച്ച് സോളിഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 ഗ്രാംസിൽ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ 2 ഗ്രാംസിലൊക്കെ നമുക്ക് ചെയിൻ വരുന്നുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് ഇത് ബേബീസ് അല്ല, ഇതിപ്പോൾ ടീനേജ് കഴിഞ്ഞ് വരുന്ന ഇവരൊക്കെ സിമ്പിളായിട്ട് കിടക്കും. നമുക്ക് ഓർണമെന്റ്സ് ഹെവി വെയിറ്റിനോട് താല്പര്യമില്ല. അതുകൊണ്ട് നന്നായിരിക്കും. പിന്നെ
2 grams വരുന്നുള്ളൂ. സിമ്പിൾ ആയിരിക്കും. കൊള്ളാം കോളേജ് കുട്ടികൾ മിക്കവാറും ചോദിച്ചു വരുന്ന ഐറ്റമാണ്. കൊള്ളാം അടിപൊളിയായിട്ടുണ്ട്. അത്രയും തിന്നാണല്ലേ. പിന്നെ ബെഡ് സ്റ്റോണിൻ്റെ ഒരു സ്റ്റൈലിൽ വരുന്ന ഇതാണ് സ്റ്റോൺ വൈസ്. സ്റ്റോൺ ബേസ് വരുന്നത്. എന്തായാലും സംഭവമൊക്കെ കലക്കി അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് അപ്പുമോനുള്ള സംഭവം നോക്കാം. അല്ലെങ്കിൽ ഞാൻ ടൈം കളയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ആക്ച്വലി ഞാൻ വെയിറ്റിങ്ങിലാണ്. എനിക്ക് റിങ് കാണിച്ചതാന്ന് പറഞ്ഞാൽ ചേട്ടൻ എത്തിയിട്ടില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ശരി, വെയിറ്റ് ചെയ്യാം. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നോക്കും, അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കിയാലോ. എന്തായാലും വെറുതെ ഇരിക്കുന്നില്ല, വാങ്ങിക്കാനൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ല. ഞാൻ എന്തായാലും വാങ്ങിക്കാൻ പോകില്ല. നമുക്ക് ജസ്റ്റ് നോക്കാം. എന്തോ പെൻഡൻസ് ഒക്കെ അവിടെ കാണുന്നുണ്ട്, പോയി നോക്കാം. കൊള്ളാട്ട ആക്ച്വലി കളക്ഷൻസ് ചുമ്മാ നോക്കി നോക്കിയത്. ഇതൊക്കെ ഡയമണ്ട് ആണ്, പക്ഷെ കൊള്ളാം. ഷൈനിങ് ആണ്, സിമ്പിൾ ആണ്, നമുക്ക് ഡെയിലി യൂസിന് പറ്റും. മൂന്ന് വയസ്സാണ്. ഇത് എത്ര വരുന്നുണ്ട്? 980 മില്ലി. വേറെ കളക്ഷൻസ് ഉണ്ടോ? ലൈക്ക് ഡിസൈൻസിന് കുട്ടികളുടെ വരുന്ന മെയിനായിട്ട് ബോയ്സിന് അങ്ങനത്തെ വരുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ആമ്പിള്ളേർക്കല്ലേ കുട്ടികൾക്ക് വരുന്നത്. കാരണം ഈ 3 വയസ്സൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഇത് കുറവായിരിക്കും, ഇടുന്നത് കുറവായിരിക്കും. അതെ അതെ, അല്ല ജസ്റ്റ് ബർത്ത്ഡേക്ക് കൊടുക്കാൻ. അപ്പൊ ആ ദിവസത്തെ തന്നെ ഉണ്ടാവും. ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റേ പ്ലെയിൻ റിംഗ് ഇല്ലേ, അല്ലെങ്കിൽ ഈ പ്ലെയിൻ റിംഗിന് ഇങ്ങനെ ഫീറ്റിന്റെ ഒക്കെ പടം വല്ല. ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ നമ്മുടെ ബേബി ഫീറ്റിന്റെ ഒക്കെ പടമുള്ള റിംഗ് ഉണ്ടാവും. പ്ലെയിൻ റിംഗിൽ ബേബി ഫീറ്റിന്റെ ഒക്കെ പടം. ഞാൻ അതാണ് നോക്കുന്നത്. അതിവിടെ കിട്ടുമോ നോക്കാം. അല്ലെങ്കിൽ ചോട്ട എനിക്ക് വലിയ പോഴ്സാണല്ല, അവന് കൊടുക്കുമ്പോൾ ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ട്. കാരണം അവൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. എൻ്റെ ചേച്ചിയുടെ കുട്ടി എന്ന് പറഞ്ഞാൽ അപ്പുമോൻ. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. എൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കുന്ന മിക്കവർക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അപ്പുവിനെ നോക്കാം. എനിക്ക് കുറച്ചുകൂടി കളക്ഷൻസ് നമുക്ക് നോക്കിയാൽ ഇത് കട്ട് ചെയ്യണം. ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള സംഭവം. അതാകുമ്പോൾ ചാളുമുട്ടില്ല. ഇത് സ്ട്രോങ് ആണ്, പക്ഷെ ഇതിന്റെ തന്നെ ഇതേ രീതിയിൽ തന്നെ ഫീച്ചേഴ്സ് ഒക്കെ ഇത് തന്നെ. കുറച്ചും കൂടി പ്ലെയിൻ ആയിട്ട് ലൈറ്റ് വെയിറ്റ് വരുന്നത് കുട്ടികൾക്ക് കൊടുക്കാം. അത് വരുമ്പോൾ പറഞ്ഞാൽ കറക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ റെഗുലർ മൂവ്മെന്റ് ഉള്ള ഐറ്റം ഉണ്ടാകും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഓട്ടോ ആയിട്ട് ചെയ്യാവുന്നത്. ഇതായിരിക്കും നല്ലത്. ബോയ് ബേബി അല്ലേ, സോ പ്ലെയിൻ റിംഗ് ഇസ് ബെറ്റർ. ചേട്ടാ, എനിക്ക് ആക്ച്വലി ഇത് ഇഷ്ടമായി. ഇതെന്ന് പറയുമ്പോൾ അപ്പമോൻ ടോട്ടലി കുസൃതിയാണ്. അവൻ ചെന്ന് കയ്യൊക്കെ അടിച്ചാലും ഇത് അദ്ദേഹം ചടങ്ങത്തൊന്നും കട്ട് ചെയ്തു. ഇതും എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇത് ചെറിയൊരു സ്ഥലത്ത് അങ്ങനെ ചാൻസ് ഉണ്ട്. പക്ഷെ ഭംഗിയിൽ ഇത് കുറച്ച് ഷൈനിങ് ഉണ്ട്. ഇത് പ്ലെയിൻ ആണെങ്കിലും കുഴപ്പമില്ല. കാരണം അവൻ്റെ ഓടിക്കളി ചാടിക്കളി കാരണം ഒന്നും കുഴപ്പമില്ല. സോ ഇതെടുക്കണമെന്ന് കൺഫ്യൂഷൻ. ചേട്ടനാണെങ്കിൽ എന്ത് പറയും? ഇത് സോ ഗൈസ്, ഞാൻ മിക്കവാറും ഇതിൽ തന്നെ പോകും. ഇതാകുമ്പോൾ അപ്പുകൂട്ടന് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കാരണം അവന് ചാട്ടോട്ടമൊക്കെ കുറച്ച് കൂടുതൽ. എല്ലാവർക്കും അറിയാമല്ലോ, ബേബി ബോയ്സ് ആണ്. ആൻഡ് 3 വയസ്സുണ്ട്. ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല. കളിയോട് കളിയാണ്, കളിപ്പാട്ടങ്ങൾ അത് ഇത് എറിയല് മൊത്തം പ്രശ്നമാണ്. സോ ഐ തിങ്ക് ദിസ് വിൽ ബി പെർഫെക്റ്റ് ഫോർ ഹിം. അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്യാം. ഓക്കെ ചേട്ടാ, അപ്പോൾ അപ്പുമോൻ്റെ ആ ഒരു സംഭവം മോതിരം, അപ്പം എൻ്റെ അപ്പുമോൻ്റെ മോതിരം കിട്ടി. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു കാര്യം ചോദിച്ചു നോക്കാം ചേട്ടാ. അപ്പോൾ ഇനി എൻ്റെ ഈ പ്രേക്ഷകർ ഈ ഒരു കല്ലൻസ് ജ്വല്ലറിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നല്ല ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിപ്പോ ഞങ്ങളുടെ ആലുവ ബ്രാഞ്ചാണ്. ആലുവ ബ്രാഞ്ചിന്റെ പേരിൽ ഒരു ചെറിയ സമ്മാനം കൊടുത്തിരിക്കുകയാണ്. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. അപ്പൊ ആലുവ ബ്രാഞ്ചും ഞങ്ങൾക്ക് കൂടാതെ തന്നെ പൂക്കാട്ടുപടിയുണ്ട്, പെരുമ്പാവൂരുണ്ട്. ആലുവ, പൂക്കാട്ടുപടി, പെരുമ്പാവൂര്. ഈ 3 ബ്രാഞ്ചിൽ നിന്നും നല്ലൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 3 ബ്രാഞ്ചിലും നിങ്ങൾ ഈ കല്ലൻസ് ജ്വല്ലറിയുടെ ഈ 3 ബ്രാഞ്ചിൽ വന്നാലും എൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടും.
എന്ന് എനിക്കെന്തായാലും ഒരു വാക്ക് എന്ന് എന്തായാലും അവർ പാലിക്കും. സോ പക്ഷേ ഇങ്ങനെ അടിച്ചു കയറി വന്ന് എനിക്കിത് അശ്വതിയുടെ പറഞ്ഞിട്ട് കണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പ്ലീസ് എന്നെ നാളെ എടുത്തരുത്. അപ്പം നിങ്ങൾ മയത്തിൽ വന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. സോ എനിക്ക് അപ്പുമോൻ്റെ സംഭവം കിട്ടി, നല്ലൊരു റിങ് കിട്ടി. അപ്പോൾ അപ്പുമോൻ ഇനി വീട്ടിൽ ചെന്നിട്ട് ഒന്നും ട്രൈ ചെയ്യിപ്പിക്കണം. അപ്പുമോന് കറക്റ്റ് ആയിരിക്കും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. സോ ലെറ്റ്സ് ഗോ ഗൈസ്.